പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരം. ഇവിടെ ഞാൻ നിങ്ങളെ കാണിക്കുവാൻ പോകുന്നത് വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ്. അല്ല, ഒരു കലപില ശബ്ദമാണ്. പണ്ട് നമ്മുടെ നാട്ടിൻപുറത്തെ മരച്ചില്ലകളിലെ സംഗീതം ആസ്വദിച്ചിട്ടുള്ളവർക്ക് ഇത് പെട്ടെന്ന് ബോധ്യമാകും. ഇങ്ങകലെ 7-ാം കടലിനിക്കരെ ഓസ്ട്രേലിയ എന്ന ഈ വലിയ ഭൂഖണ്ഡത്തിലെ പടിഞ്ഞാറൻ നഗരമായ വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ തലസ്ഥാനമായ പെർത്തിലെ പ്രധാനപ്പെട്ട ഒരു ഷോപ്പിംഗ് സെൻ്ററായ ഗേറ്റ് വേയിലെ കോബേൺ എന്ന ഷോപ്പിംഗ് സെൻ്ററിന് പുറത്തെ മരച്ചില്ലകളിൽ എന്നും അന്തിയുറങ്ങാനെത്തുന്ന പക്ഷികളുടെ പരസ്പര ആശയവിനിമയമാണ് ഇന്നലെ ഞാൻ പകർത്തിയത്. ആ കാഴ്ചകളിലേക്കും ശബ്ദ സംവാദങ്ങളിലേക്കും നമുക്ക് കടക്കാം. സന്ധ്യയുടെ മഞ്ഞുതിളക്കത്തിൽ ദിവസത്തിൻ്റെ ക്ഷീണം ചുവന്ന ആകാശം മെല്ലെ ഇരുളിലേക്ക് ഒഴുകുമ്പോൾ മരച്ചില്ലകളിലേക്ക് 1-2ആയി, 2-4ആയി, പിന്നെ ഒരു കൂട്ടമായി തിരികെ എത്തുന്ന ചെറിയ ചിറകുകളുടെ ലോകം. ഓരോ ചിറകടി പോലും ഒരു കഥ പോലെ. ഓരോ കൊമ്പിലേക്കുള്ള ഇറക്കവും പരസ്പരം കമ്പുകളും ശിഖരങ്ങളും മാറി മാറിയുള്ള യാത്രകളിലെ സൗഹൃദം പുതുക്കലും പോലും ഒരു വീട്ടിലെത്തിയതിൻ്റെ ആശ്വാസം പോലെ നമുക്ക് കാണാം. ഇതിനിടയിൽ ഉയർന്ന ഒരു മനോഹര കലപില ശബ്ദം നമുക്ക്. പക്ഷേ അവർക്കിത് സ്വാന്തനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ സമ്മിശ്ര സായാഹ്നത്തിൻ്റെ സാമീപ്യമാണ്. ഒപ്പം പ്രകൃതിയുടെ സ്വന്തം സായാഹ്ന സംഗീതവും. ഇത് വെറും പക്ഷികളുടെ വിളികളല്ല, ദിവസം മുഴുവൻ കണ്ട ആകാശത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കുന്ന കൂട്ടായ്മയാണ്. കാറ്റിനോട് ചിരിച്ചു സംസാരിക്കുന്ന ചെറുഹൃദയങ്ങളുടെ ഉല്ലാസമാണ്. വീണ്ടും ഒരുമിച്ച് കൂടിയ ജീവിതങ്ങളുടെ സ്നേഹഗീതമാണ്. ഇലകളിലൂടെ, ഇടകളിലൂടെ തഴുകിപ്പോകുന്ന കാറ്റിനെയും അവരുടെ ശബ്ദങ്ങൾ മരത്തെയും സന്ധ്യയെയും ജീവനുള്ള കവിതയാക്കി മാറ്റുന്നു. രാത്രിയുടെ ശാന്തത തുടങ്ങുന്നതിന് മുമ്പ് പ്രകൃതി പാടുന്ന അവസാന മധുരഗാനം, അതാണ് ഈ ദൃശ്യങ്ങൾ നമുക്ക് കാട്ടിത്തരുന്നത്.